ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട റജി മാത്യു അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, സമയം പാലിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. പക്ഷേ നമ്മുടെ പല പള്ളികളുടെയും പൊതുയോഗം നടന്നതിന് ശേഷമുള്ള ശനിയാഴ്ച ആയതുകൊണ്ട് ഒരു ഡസനിലധികം മിനിറ്റ്സുകളും കൽപ്പനകളും ഒപ്പിട്ട് ഇറങ്ങാനായി ഞാനൊരു 5 മിനിറ്റ് വൈകി. അത് ഇന്ന് തന്നെ എല്ലാ പള്ളികളിലും എത്തിക്കുകയും നാളെ എല്ലാ പള്ളികളിലും വായിക്കുകയും ചെയ്യേണ്ട ഒരു സംഗതി ആയതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. റജി മാത്യു അച്ഛനായിട്ടിപ്പോൾ എത്ര വർഷമാക്കണം? 40-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുക. അച്ഛൻ നമ്മുടെ ഭദ്രാസനത്തിലെ പല പള്ളികളിലും വികാരിയായി ഇരുന്നിട്ടുണ്ട്. സെമിനാരി പഠനം കഴിഞ്ഞ് ജർമ്മനിയിൽ പോയി വേദപുസ്തക പുതിയ നിയമത്തിൽ പ്രശസ്തമായ നിലയിൽ അച്ഛൻ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. നാഗപ്പൂർ സെമിനാരിയുടെ പ്രഥമ പ്രിൻസിപ്പലായി ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ സ്ഥാപനത്തെ നട്ട് നനച്ച് വളർത്തി ഇന്ന് കാണുന്ന നിലയിലൊക്കെ ആക്കിക്കൊണ്ടെത്തിക്കുന്നതിന് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. അവിടെ നിന്ന് നാട്ടിൽ മടങ്ങി വന്നു കഴിഞ്ഞ് കുറേ കാലം നമ്മുടെ കോട്ടയം സെമിനാരിയിൽ അധ്യാപകനായി തുടർന്നു. സെമിനാരിയുടെ സംവിധാനമനുസരിച്ച് പഠന രംഗത്ത് സെമിനാരി പഠിപ്പിക്കുന്നതിൽ സീനിയറായിട്ടുള്ളവർക്കാണ് പ്രിൻസിപ്പൽ സ്ഥാനം ലഭിക്കുക. അങ്ങനെ അച്ഛനും കോട്ടയം സെമിനാരിയുടെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് വരാൻ ദൈവം സഹായിച്ചു. 65 വയസ്സ് വരെയാണ് സെനറ്റ് ഓഫ് സെനാമ്പൂറിൻ്റെ നിയമപ്രകാരം ഒരാൾക്ക് സെമിനാരിയുടെ പ്രധാന അധ്യാപകനായിരിക്കാൻ അവസരമുള്ളത്. അച്ഛൻ അവിടെ നിന്ന് വിരമിച്ചു. ഈ ഭദ്രാസനത്തിൽ പല പള്ളികളിലും അദ്ദേഹം വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എങ്കിലും എരവേരൂർ പള്ളിക്ക് മാത്രമേ ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ അംഗീകരിക്കുകയും അടിവരയിടുകയും ചെയ്യുക. അച്ഛൻ പള്ളികളിൽ കുർബാന മധ്യേ പ്രസംഗിക്കും. ആത്മീയ സംഘടനകൾ ഒന്നുപോലും അദ്ദേഹം മുടക്കില്ല, അധ്യാപകനായിരുന്നപ്പോഴും പ്രിൻസിപ്പലായിരുന്നപ്പോഴും. പക്ഷേ ഇവിടെ അദ്ദേഹത്തെ പരമാവധി പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം ദൈവം അദ്ദേഹത്തിന് കൊടുത്ത അറിവും പ്രാപ്തിയും പുതിയ നിയമ പാണ്ഡിത്യവും അല്പമെങ്കിലും ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ പരിശ്രമവും അത് ശ്ലാഘനീയമാണ്. അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രവാചകനായ ഹോശയ പറയുന്ന ഒരു വിലാപമുണ്ട്. ഹോശയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഒരു അപകടമാണ് പ്രവാചകൻ മുൻകൂട്ടി കണ്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പണത്തിന് കുറവില്ല. സാമ്പത്തികമായി മിക്കവാറും ഒരു 95% ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല. വിദ്യാഭ്യാസപരമായി നമുക്കൊട്ടും നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ആത്മീയമായി നാം എങ്ങോട്ടാണ് പോകുന്നത്, എവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഗൗരവപൂർവം നമ്മൾ ചിന്തിക്കണം. രാവിലെ നമ്മുടെ അഖില മലങ്കര യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പരുമലയിൽ നടന്നു. അവരുടെ അടുത്ത 3 വർഷത്തേക്കുള്ള വൈസ് പ്രസിഡൻറ്റും അതുപോലെയുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവരെന്നെയാണ് വിളിച്ചത്.
ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു ചെറിയ പ്രസംഗം മതിയായിരുന്നു. തെരഞ്ഞെടുപ്പാണ് അവരുടെ പ്രധാന അജണ്ട. അതിൻ്റെ ഒരു ഉത്സാഹവും ആവേശവും പരുമലപ്പള്ളിയുടെ പരിസരത്ത് വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ വളരെ കഴിവതും ക്രമമായി വായിക്കുന്ന ഒരു സാംസ്കാരിക പ്രസിദ്ധീകരണമാണ് കലാകൗമുദി എന്നുള്ള ഈ ആഴ്ചപ്പതിപ്പ്. ഇതിൽ കഥകളൊന്നും ഞാൻ അങ്ങനെ വായിക്കാറില്ല. നല്ല പ്രൗഢഗംഭീരമായ ലേഖനങ്ങളും പഠിക്കേണ്ട കാര്യങ്ങളും വളരെ സജീവമായിട്ടുണ്ട്. അതിൽ ഒരു ലേഖനത്തിൻ്റെ അത് റജിയച്ചനും കൂടെ വായിക്കുന്നതായിരിക്കും എന്നേക്കാൾ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആത്മീയ അനുഭവത്തിന് ശാസ്ത്രീയ അടിത്തറ തേടി ന്യൂറോളജി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ആശുപത്രികളിലുള്ള ഞരമ്പ് സംബന്ധമായ രോഗത്തിന് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. തിയോളജി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ദൈവശാസ്ത്രപരമായ കാര്യം. പക്ഷേ ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു ശാസ്ത്രമേഖലയോ ദൈവശാസ്ത്ര മേഖലയോ വളരെ കൂലങ്കർഷമായി പഠിച്ച് മുന്നോട്ട് വരുന്നു. അത് ആത്മീയ അനുഭവത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകുന്ന ന്യൂറോ തിയോളജി എന്നുള്ള വിഷയം. ഞാൻ പറയാൻ വന്നത് അതല്ല. ഈ കാലഘട്ടത്തിൽ നമുക്ക് പറ്റിയിരിക്കുന്ന അപജയങ്ങളും അപകടങ്ങളുടെയും ഒരു 3 ലേഖനങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കവിതയും ഉണ്ടായിരുന്നു. ആ കവിതയിലെ പ്രധാന ആശയം എന്ന് പറയുന്നത് മാറി വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന അപകടമാണ്. മറ്റൊരുത്തനെ തല്ലുന്നതിൽ സുഖം ആസ്വദിക്കുന്ന ആസുര കൂട്ടമേ, പെറ്റുപോയതിൽ ദുഃഖം ചുമക്കുന്ന ഭൂമിയമ്മയെ കൊല്ലും കിരാതരെ, കാടിറങ്ങും മൃഗങ്ങളെക്കാൾ ഏറെ കാടകത്വം കിതയ്ക്കുന്ന മാന്യരെ, കൊന്നൊടുക്കലും തിന്നു മതിക്കലും എന്നു തീരും പിശാചിൻ്റെ മക്കളെ. എത്ര ചേരുന്ന പദപ്രയോഗങ്ങളാണ് എന്നുള്ളതാണ്. എന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. കിരാതരെ, പിശാചിൻ്റെ മക്കളെ, കാട്ടുപന്നികൾ കൂട്ടം കുരച്ച പോൽ നാട്ടിലാകെയും വേട്ടയ്ക്കിറങ്ങവേ ആട്ടുതൊട്ടിലിൽ കേട്ടുപഠിച്ച ആത്മസ്നേഹത്തിൻ ഈണം മറന്നുവോ? ഇലഞ്ഞരമ്പിൽ നുരയ്ക്കും ലഹരിയും വലവിരിക്കാൻ പഠിക്കും വികൃതിയും തലതിരിഞ്ഞ സമരാഭാസവും വില കളഞ്ഞു മനുഷ്യകുലത്തിൻ്റെ. അങ്ങനെ അങ്ങോട്ടുള്ള വർണ്ണനകൾ നമ്മുടെ ഈ തലമുറയെക്കുറിച്ചുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. ഇതിൻ്റെ അകത്ത് 3 ലേഖനങ്ങൾ ഉള്ളതിൽ ഒന്ന് ഈ കാലത്ത് നടന്ന കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന കൊലപാതകങ്ങളാണ്. ഇവരോട് പൊറുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചാൽ കുറ്റം പറയരുതേ എന്നുള്ളതാണ് ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട്. കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നുള്ള ഒരു തലശ്ശേരിയിൽ നടന്നതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഞാനതിലേക്കൊന്നും കടക്കുകയല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ 544 കോടിയുടെ ലഹരി വസ്തുക്കളായി ഈ കേരളത്തിൽ 544 കോടി എവിടെ പോകുന്നു? നിരപരാധികളെ ഇതിൻ്റെ കാരിയേഴ്സായിട്ടൊക്കെ ഉപയോഗിച്ച് പെട്ടുപോകുന്നു. സ്ത്രീകളും പെൺകുട്ടികളും വരെ ഇതിൻ്റെ അകത്ത് അകപ്പെട്ടു പോകുന്ന അപകടകരമായ അവസ്ഥ നമ്മൾ മാധ്യമങ്ങളിൽ കൂടി ഒക്കെ കാണുന്നുണ്ട്. രണ്ടാമത്തെ ലേഖനത്തിൻ്റെ തലക്കെട്ട് കുടുംബത്തിലെ തീ എന്ന. വീടുകൾ കത്തുകയാണ്. പുറമേ നോക്കുമ്പോൾ നല്ല പെയിൻറ്റുകളുണ്ട്, നല്ല സ്ട്രക്ചറുണ്ട്, വലിപ്പമുണ്ട്, എല്ലാ ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും വീടെന്ന് പറയുന്ന കെട്ടിടത്തിനകത്തുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഒരു വീട് എന്നുള്ള സങ്കല്പമില്ല. കത്തുകയാണ് വീടുകൾ. അറിയുന്നില്ല ബാഹ്യലോകം പുറം ലോകം. പിന്നെ മാതാപിതാക്കളോടുള്ള ഉപദേശമാണ്, വാട്സാപ്പിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരൂ. കുട്ടികളോടല്ല ഇത് പറയുന്നത്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള പഠനമാണ്. ഇതിന് മാതാപിതാക്കളാണ്
ഈ തലമുറയെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് എന്ന് ശാസ്ത്രീയമായി പഠിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന. അതുകൊണ്ട് അവരാ ലേഖനത്തിന് തലക്കെട്ടിട്ടു, വാട്സാപ്പിൽ നിന്ന് ഇറങ്ങി വരൂ കുട്ടികളെ എന്നല്ല പറയുന്നത്, വാട്സാപ്പിൽ നിന്ന് ഇറങ്ങി വരൂ രക്ഷിതാക്കളെ എന്നാണ് പറയുന്നത്. അപ്പം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും പള്ളികളിലുമൊക്കെ ഊന്നൽ കൊടുത്തിരുന്ന തിരുവചന വായന, തിരുവചന പഠനം. ഈ നമ്മുടെ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത ആവർത്തിച്ച് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേദപുസ്തകം വായിക്കരുത് എന്ന്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ, വീക്ഷണത്തിൽ വേദപുസ്തകം വായിക്കാനുള്ളതല്ല, പിന്നെന്തിനുള്ളതാ? പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കുന്നത്? പ്രത്യക്ഷത്തിൽ ആ പഠനം അതേ നിലയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അപ്പോൾ സഭയാണ് വേദപുസ്തകം വ്യാഖ്യാനിക്കേണ്ടത്. ഓരോരുത്തരും അവരവരുടെ നിലയിൽ വ്യാഖ്യാനിക്കാൻ പോയാൽ പലയിടത്ത് അപകടങ്ങളിൽ എത്തുകയുള്ളൂ. അപ്പസ്തോല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു എത്യോപ്യൻ ഷണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഇങ്ങനെ പോയിട്ട് വരുന്ന സമയത്ത് രഥത്തിലിരുന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുക. അപ്പോൾ ദൈവാത്മാവിൽ പ്രേരിതനായ ഫിലിപ്പോസ് അല്ലേ, ഇദ്ദേഹത്തെ രഥത്തിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് വന്നിട്ട് രഥത്തിലിരുന്ന് വായിക്കുന്ന ആളിനോട് ചോദിക്കുന്നു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അപ്പം രഥത്തിലിരുന്ന് വായിക്കുന്ന എത്യോപ്യൻ ഷണ്ണൻ, രാജ്ഞിയുടെ വിശ്വസ്തനായ കാര്യവിചാരകൻ, തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, ഹൗ ക്യാൻ ഐ അൺലെസ് സംബഡി എക്സ്പ്ലെയിൻ ടു മീ? വേറൊരാൾ ഇതെനിക്ക് പൊരുൾ തിരിച്ചു തരുന്നില്ല എങ്കിൽ ഞാനിതെങ്ങനെ ഗ്രഹിക്കും? അപ്പം വായിക്കുന്നത് കൊണ്ട് പൂർണ്ണമാകുന്നില്ല. പക്ഷേ വായന വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അതിന് പൊരുൾ തിരിച്ചു കൊടുക്കാൻ ഒരാൾ വേണം, അത് പഠിക്കണം. എമ്മൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ സംഭവം ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവരിങ്ങനെ യെരുശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് പോകുകയാണ്. യെരുശലേമിൽ നടന്ന കർത്താവിൻ്റെ ക്രൂശീകരണവും ഒക്കെ ആയിരുന്നു അവരുടെ ചർച്ചാ വിഷയം. ഒരാൾ അപരിചിതനായി അവരുടെ കൂടെ യാത്രയിൽ കൂടി അവരോട് ചോദിക്കുന്നു, എന്താ ഇത്ര കൂലങ്കർഷമായി നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ അവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, നീ ഒരുത്തൻ മാത്രം ഇവിടെ നടന്ന സംഗതികളൊന്നും അറിഞ്ഞില്ലേ? അപ്പോൾ അതെന്ത് എന്ന് ചോദിച്ചപ്പോൾ ഈ 2 ശിഷ്യന്മാർ പറയുന്നു, നസ്രായനായ യേശുവിനെ ക്രൂശിച്ച കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ക്രിസ്തു ക്രൂശിക്കപ്പെടണമെന്നും അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും അത് ദൈവീക പദ്ധതിയാണെന്നും മോശ മുതൽ ഉള്ള തിരുവചനങ്ങളുടെ പൊരുൾ തിരിച്ച് അപരിചിതനായ വ്യക്തി അവർക്ക് അത് വ്യക്തമാക്കി കൊടുക്കുന്നു. അവർക്കത്രയും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഈ അപരിചിതനായി അവരുടെ കൂടെ നടന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവായിരുന്നു. പിന്നെ അവരത് കർത്താവായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. അപ്പം കർത്താവ് അപരിചിത രൂപത്തിൽ, ഭാവത്തിൽ അവരുടെ കൂടെ നടന്ന അവരെ തിരുവചനമാണ് പഠിപ്പിക്കുന്നത്. താൻ ക്രിസ്തു ക്രൂശിക്കപ്പെടേണ്ടതാണ്, എഴുന്നേൽക്കേണ്ടതാണ്, മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. 2 കൂട്ടരും 2ആയിട്ട് തിരിയുന്ന ഒരു വഴിയുടെ അവിടെ വന്നപ്പോൾ ഈ ശിഷ്യന്മാർ അവർക്ക് പോകേണ്ടുന്ന വഴിയെ പോകാൻ തുനിയുന്നു. അപരിചിതനായ വ്യക്തി അദ്ദേഹത്തിന് പോകാനുള്ള വഴിയിലേക്ക് തിരിയുന്നു. പക്ഷേ അന്നത്തെ നാട്ടുനടപ്പും സംസ്കാരവും രീതിയും ഒക്കെ അനുസരിച്ച് സന്ധ്യാസമയത്ത് ഒരപരിചിതനെ അനാഥനായി വിടാൻ പറ്റില്ല. വീട്ടിൽ കൊണ്ടുപോകണം, സ്വീകരിക്കണം, സൽക്കരിക്കണം, ഉപചരിക്കണം, അവരെ കൂടെ താമസിക്കണം. ആതിഥ്യമര്യാദയുടെ ഭാഗമായി ഈ 2 ശിഷ്യന്മാർ കടന്നു പോകുന്ന അവർക്കപരിചിതൻ, പക്ഷേ കർത്താവ് തങ്ങളുടെ കൂടെ വന്ന് താമസിക്കാൻ ക്ഷണിക്കുന്നു, ചെല്ലുന്നു. അവർ ഭക്ഷണമൊരുക്കി മേശപ്പുറത്ത് വെച്ചു. പിന്നെ നടക്കുന്ന എന്താ? അതിഥിയായിട്ട് വന്നവൻ അപ്പമെടുക്കുന്നു, വാഴ്ത്തുന്നു, നുറുക്കുന്നു, കൊടുക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് അവരുടെ കണ്ണു തുറക്കുന്നു, അവൻ അവർക്ക് അപ്രത്യക്ഷനാകുന്നു.
അപ്പോൾ അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വഴിയിൽ നമ്മൾ നടന്ന സമയത്ത് അവൻ തിരുവചനം നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മുടെ ശരിയാ പറഞ്ഞു കത്തിക്കൊണ്ടിരുന്നില്ലേ? അപ്പോൾ കത്തിക്കുന്നത് ആ തിരുവചനം. അവർക്കത് പെട്ടെന്ന് ബോധ്യമായില്ല. അത് തിരിച്ചറിച്ച് അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കാൻ കർത്താവിൻ്റെ സാന്നിധ്യവും സംസാരവും ഇടപെടലും അവിടെ വേണ്ടി വന്നിരുന്നു. തിരുവചന പഠനം എന്ന് പറയുന്നത് കത്തണം പ്രിയമുള്ളവരെ, അനുതാപത്തിലേക്ക് നയിക്കണം. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനം നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി വായിക്കണം. വേദപുസ്തകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഒരു സങ്കീർത്തനവും ഒരു അധ്യായവുമാണ്. അത് മുഴുവൻ അതിൻ്റെ പൊരുളെന്ന് പറയുന്നത്, ഉള്ളടക്കമെന്ന് പറയുന്നത് ദൈവവചനത്തിന് മനുഷ്യ ജീവിതത്തിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനവും ശക്തിയും അതിൻ്റെ ആവശ്യകതയും വളരെ വ്യക്തമായി വളരെ സിമ്പിളായി രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനമാണ് 119. നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിൻ്റെ വചനത്തെ ഞാൻ എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നു. ഇനി ഇതൊന്നും വേണ്ട, ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വേഗം കിട്ടും ദൈവവചന പഠനത്തിൻ്റെ ആവശ്യകത. അല്പം ഇംഗ്ലീഷ് ബോധ്യമാകുന്നവർക്ക് അത് അടിച്ചു കൊടുത്താൽ നീണ്ട ലിസ്റ്റ് നമ്മുടെ മുമ്പിൽ വന്നു കഴിയും. അതിന് അനുയോജ്യമായ വേദവാക്യങ്ങൾ വരെ കൊടുത്തുകൊണ്ട്. ഒരു പ്രസിദ്ധ അമേരിക്കൻ പ്രഭാഷകൻ അതിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, വി ഹാവ് ബിക്കം എ ഡംഡ് ഡൗൺ സൊസൈറ്റി. If we want to have a renewal or a revival, we need to come back to God and to the Bible. അമേരിക്കയ്ക്ക് മാത്രമല്ല, ഇന്ത്യയെന്ന് ഞാൻ പറയുന്നില്ല, ഈ കൊച്ചു കേരളത്തിന് ഈ കാലഘട്ടത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതം. വി ഹാവ് ബിക്കം എ ഡംഡ് ഡൗൺ, തകർന്ന് തരിപ്പണമായ ഒരു സമൂഹമായി കൊച്ചു കേരളം മാറിയിരിക്കുക. ലഹരിയും കൊലപാതകങ്ങളും കുട്ടികളുടെ വികൃതികളും ഇതൊക്കെ ചെയ്യുന്നത് പ്രായമുള്ളവരല്ല. ഞാൻ പലപ്പോഴും ഈ അടുത്ത സമയത്ത് പറഞ്ഞതാ, പണ്ട് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിരുന്നത് വലിയ വിദ്യാഭ്യാസമില്ലാത്ത പുരുഷന്മാരായിരുന്നു. ഇപ്പം നല്ല വിദ്യാസമ്പന്നരായ സ്ത്രീകൾ പോലും പുരുഷന്മാരെ ഈ രംഗത്ത് കടത്തിവെട്ടി മുൻപന്തിയിലെത്തിയിരിക്കുക. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ആധ്യാത്മിക അനുഭവങ്ങളെ തിരിച്ചറിയുവാനും വീണ്ടെടുക്കുവാനും നമ്മുടെ ആത്മീക ദൈവിക ജീവിതം പുതുക്കപ്പെടുവാനും ഈ വേദപഠന വേദി മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. റജിയച്ഛന് ദൈവം കൊടുത്തിട്ടുള്ള കൃപകൾ ഇരവേലിക്ക് മാത്രമല്ല, നിർണം ഭദ്രാസനത്തിന് മാത്രമല്ല, മലങ്കര സഭയ്ക്ക് മൊത്തമായി പ്രയോജനപ്പെടട്ടെ, തുടർന്നും കേട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൊച്ചമ്മയുടെ സാന്നിധ്യവും ഞാൻ ശ്രദ്ധിക്കുന്നു. നന്ദി, നമസ്കാരം. അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഞാനിത് ഉദ്ഘാടനം ചെയ്തു. അഭിവന്യ